ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായാലും നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും വീഡിയോസ് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ സീലിംഗ് മെഷീൻ ഒട്ടിക്കുന്ന, പാക്കിംഗ് ജോബ് ചെയ്യുമ്പോൾ ഒട്ടിക്കുന്ന ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ, അത് ഏത് കടയിൽ നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതിന് ചെറിയൊരു ഉണ്ണിയോള് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയതൊക്കെ ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെ മെഷീൻ വയ്ക്കാനൊന്നും പ്രോപ്പറായിട്ട് സ്ഥലമില്ല. അപ്പോൾ പിള്ളേരത് വലിച്ചിട്ട് അതിൻ്റെ വയറ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു, അത് മാറ്റാൻ വേണ്ടി വന്നതാണ്. അത് പിള്ളേർ വലിച്ച കാരണം പൊട്ടിപ്പോയതാണ്. ഇപ്പോൾ ഒരു 7 വർഷമായിട്ട് അത് വാങ്ങിയിട്ട് ഇതുവരെ നമുക്ക് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. ചെറിയൊരു സർവീസ് ചാർജ് മാത്രമേ വാങ്ങിയുള്ളൂ, പെട്ടെന്ന് തന്നെ ശരിയാക്കി തന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാവാൻ വേണ്ടി ഈ കടയുടെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കാൻ ഇത് ഈ ഒരു മെഷീൻ, ഈ സൈസിലുള്ള മെഷീനാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1700 രൂപയായിരുന്നു ഒന്ന് വാങ്ങിയിട്ടുണ്ടായ റേറ്റ്. അപ്പോൾ പല റേറ്റിനുണ്ട്, 1700 ഉണ്ട്, അതിന് താഴെയുള്ള വിലയുടെ ഉണ്ട്, അതിന് മുകളിലുള്ള വിലയുടെ ഉണ്ട്. ഈ ഒരു സീലിംഗ് മെഷീൻ മാത്രമല്ല കേട്ടോ, എല്ലാ തരത്തിലുള്ള സീലിംഗ് മെഷീനും ഈ ഒരു കടയിൽ അവൈലബിൾ ആണ്. ലൊക്കേഷൻ വന്നത് തൃശ്ശൂർ ആണ്, തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ ടൗൺ പരിസരത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ തരേണ്ടതായിരിക്കും. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ജോബ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. കുറേ പേര് പഴയ വീഡിയോസ് കണ്ട് കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മൾ അന്ന് ഒരു വേക്കൻസി വന്നപ്പോൾ ഇട്ടതാണ്, പക്ഷേ അപ്പോൾ തന്നെ ആളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ പാക്കിംഗ് ജോബൊക്കെ കഴിഞ്ഞോ, പ്രൊഡക്റ്റ് ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റൊക്കെ എടുക്കുന്നുണ്ട്, പാക്കിംഗ് ജോബൊക്കെ അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോസ് ഒന്നും കാണാത്തത്. അപ്പോൾ നമ്മുടെ പപ്പടത്തിൻ്റെ പാക്കിംഗ് ആയാലും, മുളകിൻ്റെ പാക്കിംഗ് ആയാലും, ചിപ്സിൻ്റെ പാക്കിംഗ് ആയാലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ജോബിൻ്റെ വേക്കൻസി വരുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോസ് ഇടാം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇതേപോലെ വീഡിയോസ് ഇടുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പാക്കിംഗ് ജോബുകളും അതേപോലെ തന്നെ വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബുകളൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ ഇതേപോലെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർക്ക് ഉപയോഗമായിട്ടുള്ള ഒരുപാട് വീഡിയോസായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.